എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതിന് ആകാശ് മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. വിനോദിനെ വെറുപ്പിക്കാൻ പാടില്ല, നമ്മുടെ കൂടെ നിർത്തണം, എന്നാലേ കാര്യമുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന സീനാണ് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടതും അതുതന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് ആശുവിനെയാണ്. ആശു ഒരു അമ്പലത്തിൽ പോവുകയാണ്. അങ്ങനെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് പൂജാരി വന്ന് ചോദിക്കുന്നു, കുറേ നാളായല്ലോ മോളെ കണ്ടിട്ടെന്ന്. അപ്പോൾ ആശു പറയുന്നു, എനിക്കൊരു ജോലി കിട്ടി, സ്കൂളിലാന്ന് പറയുന്നു. പ്രഭുദേവ മാഷില്ലേ, എൻ്റെ അന്വേഷണം പറയണമെന്നൊക്കെ പറയുന്നു. പൂജാരി പറയാമെന്ന് പറയുന്നു. അങ്ങനെ അവൾ പ്രാർത്ഥിച്ച് ചന്ദനമൊക്കെ വാങ്ങി നെറ്റിയിലിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം പ്രിയാമണിയും പ്രഭുദേവ സാറും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയാമണി ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ പറയുന്നു, നീ വിഷമിക്കണ്ട, ഇഷിതയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും, ഇനി കുഞ്ഞില്ലെങ്കിലും എന്താ, ചിപ്പിമോളുണ്ടല്ലോ, നമ്മളവളെ മോളായിട്ടല്ലേ കാണുന്നത്, പിന്നെ ആദിമോനും വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് നീ വിഷമിക്കാതെ എന്ന് പറയുന്നു. ആശിനൊരു ജോലി കിട്ടിയില്ല, അതുകൊണ്ട് സന്തോഷിക്കാൻ പറയുന്നു. അപ്പം പ്രിയാമണി പറയുന്നത് ശരിയാണ്. അപ്പോഴത്തേനും ഇഷിത അകത്തേക്ക് വരുന്നു. അപ്പോൾ ഇഷിത ചോദിക്കുന്നു, ഇഷിതയും വരുന്നു. രണ്ടുപേരും എന്തായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, മോളെ ഇവള് വിഷമത്തിലിരിക്കുകയാണ്, നിനക്ക് കുഞ്ഞുണ്ടാകത്തില്ല. അന്നേരം ഇഷിത പറയുന്നു, അമ്മ വിഷമിക്കേണ്ട അമ്മേ, എന്തായാലും എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആശുവിന് എവിടെ ജോലി കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, അതൊന്നും പറഞ്ഞിട്ടില്ല, അതൊക്കെ സസ്പെൻസാന്ന് പറയുന്നു, ഏത് സ്കൂളിലാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ അച്ഛനും പറയുന്നു, എന്നോടും പറഞ്ഞിട്ടില്ല എന്ന് പറയും. എങ്കിലും അവൾക്ക് ആശ്വാസമായല്ലോ, അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു നിലനിൽപ്പായല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴത്തേനും ആശു അങ്ങോട്ടേക്ക് വരുന്നു. ആശു അങ്ങനെ ചന്ദനക്കുറി എല്ലാവർക്കും തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആശുവിനോട് ഇഷിത ചോദിക്കുന്നു, എവിടെയാണ് ചേച്ചി ജോലി കിട്ടിയെന്ന് പറയുന്നു. അത് സസ്പെൻസാന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു, രണ്ട് പ്രണയ ജോഡികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നു. അപ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലാവുന്നു എവിടെയാണെന്ന്. അപ്പോൾ ഇഷിത അച്ഛനോട് പറയുന്നു, അച്ഛന് മനസ്സിലായില്ലേ, അച്ഛനും അമ്മയും പ്രേമിച്ച് കിടന്ന സ്കൂളിൽ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ആശു പറയുന്നു, അച്ഛൻ നമുക്ക് പോകാം എന്ന് പറയുന്നു. അങ്ങനെ ആശുവിനെയും കൊണ്ട് സ്കൂളിലേക്ക് അച്ഛൻ പോവുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട്, അച്ഛൻ വന്നിട്ട് വേണം 101-ൽ പോയിട്ട് സുചിത്രയുടെ കാര്യം സംസാരിക്കാൻ, നമുക്കത് ആഘോഷമാക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നു, ശരി, ഞാൻ വന്നിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മഹേഷും വിനോദും കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വിനോദ് ചോദിക്കുന്നത് എവിടേക്കാണെന്ന് ചോദിക്കുന്നു. അപ്പം അരുന്ധതി മാഡത്തിൻ്റെ അടുത്തേക്കാണെന്നും പറയുന്നു. അപ്പോൾ അവന് പെണ്ണ് കാണൽ ചടങ്ങാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ വിനോദിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയെന്ന്. അതേസമയം അരുന്ധതിയും അനുഗ്രഹം നന്നായി സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. അപ്പം അരുന്ധതി ചെന്ന് പറയുന്നത്, മോളെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അനുഗ്രഹം പറഞ്ഞു, അമ്മയുടെ മകളല്ലേ, ഞാൻ സുന്ദരിയാകാതിരിക്കുമോ എന്ന് പറയുന്നു. അവർ വരുന്നുണ്ട്, ഇപ്പോൾ എത്തുമെന്ന് പറയുന്നു. മഹേഷ് വിനോദിനോടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളോട് പറയുന്നു. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷും വിനോദും വരികയാണ്. അങ്ങനെ അവരിയ്ക്കുന്നു. അപ്പം വിനോദിനാണ് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ അരുന്ധതി ഇങ്ങനെ വന്ന് പറയുന്നു, ഇരിക്കുന്നു പറയുന്നു. വിനോദിനൊന്നും മനസ്സിലായില്ല എന്ന് പറയുന്നല്ലേ. അപ്പോൾ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ വിനോദ് പറയും, ചായ ഒന്നും വേണ്ട. അപ്പോൾ അരുന്ധതി പറയുന്നത്, അതല്ലല്ലോ അതിൻ്റെ ശരിയെന്ന് പറയുന്നു. അങ്ങനെ നന്നായി അണിഞ്ഞൊരുങ്ങിയ അനുഗ്രഹ ചായയുമായി വരികയാണ്. അപ്പം വിനോദിന് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. അപ്പോൾ മഹേഷ് ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ അനുഗ്രഹ ചായ കൊടുക്കുന്നു വിനോദിന്. പിന്നീട് മഹേഷിനും കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അരുന്ധതി പറയുന്നു, വിനോദിന് മനസ്സിലായില്ലല്ലേ, ഇതൊരു പെണ്ണുകാണൽ ചടങ്ങാണെന്ന് പറയുന്നു. അപ്പം വിനോദ് ഞെട്ടുന്നു. അപ്പം മഹേഷ് പറയുന്നു, അനുഗ്രഹിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഏട്ടന് അപ്പോൾ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അരുന്ധതി പറയുന്നത്, വിനോദിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലാതെ എൻ്റെ മോളുടെ ഞങ്ങളുടെ നിർബന്ധത്തിനൊന്നും വഴങ്ങി ചെയ്യേണ്ട, അവളുടെ സന്തോഷമാണ് ഏറ്റവും വലുത്, അവൾ നന്നായി ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ചേട്ടനും അനിയൻ സംസാരിക്കാൻ പറയുന്നു, എന്നിട്ടൊരു തീരുമാനം പറയാൻ പറയുന്നു. അങ്ങനെ അരുന്ധതി അനുഗ്രഹ അകത്തേക്ക് പോകുന്നു. അപ്പം മഹേഷ് പറയുന്നു, നമുക്കൊരു തീരുമാനം പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു. നിനക്കിഷ്ടമല്ലേ അവളെ എന്ന് ചോദിക്കുന്നു. അപ്പം വിനോദ് ഒന്നും പറയുന്നില്ല. ലാസ്റ്റ് വിനോദ് പറയുന്നു, ആ ചേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറയുന്നു. അങ്ങനെ വിനോദ് പുറത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ അരുന്ധതി അങ്ങോട്ടേക്ക്, അപ്പം മഹേഷ് പറയുന്നത് അവന് ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെ കല്യാണം ഉറപ്പിക്കുകയാണ്. അങ്ങനെ വിനോദും മഹേഷും കാറിൽ കയറി തിരിച്ചു പോവുകയാണ്. അപ്പം വിനോദ് ചോദിക്കുന്നു, ചേട്ടൻ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറയുന്നു. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറയുന്നത് നീ അനുസരിക്കുമല്ലോ, പിന്നെ അതുമല്ല ഇത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കമ്പനിയും സുരക്ഷിതമായിരിക്കും എന്ന് പറയും. നമ്മൾ വീണ്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തുള്ളെന്ന കാര്യം പറയുന്നു. അങ്ങനെ അതേസമയം സുചിത്രയും പ്രിയാമണി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇഷിത പറയുന്നത്, എന്താ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്. അപ്പോഴത്തേനും പ്രഭുദേവ് സാറും ആശുവും വരുവാണ്. അപ്പോൾ ചോദിക്കുന്നത്, എന്താ ലേറ്റ് ആയെന്ന് ചോദിക്കുന്നു. ലേറ്റ് ആയതൊന്നും അല്ലല്ലോ,
എന്ന് പറയുന്നു. അച്ഛാ പെട്ടെന്ന് അപ്പുറത്ത് പോകാൻ പറയുന്നു ഇഷിത. അപ്പോൾ പറയുന്നു വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ടൊരു ചായ കുടിക്കട്ടെ, എന്നിട്ട് പോയി സംസാരിക്കാം എന്ന് പറയുന്നു. അപ്പോൾ സുചിത്രയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പ്രഭുദേവ് സാറ് പോകാൻ വേണ്ടി റെഡിയാകുകയാണ്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ.